പ്രിയമുള്ളവരെ, വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ ഏറ്റുചൊല്ലുന്ന ഒരു കാര്യമുണ്ട്. ഐ ബിലീവ് ഇൻ ദ റിസറക്ഷൻ ഓഫ് ദ ബോഡി ആൻഡ് ദ ലൈഫ് എവർലാസ്റ്റിംഗ്. ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നത്. നമുക്കറിയാം, വിശ്വാസ പ്രമാണത്തിൽ ഏതാണ്ട് 12ഓളം വിശ്വാസ സത്യങ്ങളാണ് നമ്മൾ ഏറ്റുപറയുന്നത്. ഇത് നമ്മുടെ വിശ്വാസമാണ്, സഭയുടെ വിശ്വാസമാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് നിത്യജീവനിലാണ്. ശരീരം ഉയർക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഭൗതികമായ ശരീരം ഈ ഭൂമിയിൽ അവസാനിക്കുന്നു, എന്നാൽ നമുക്കൊരു ആത്മീയ ശരീരം ഉണ്ടാകും. ഈ ആത്മീയ ശരീരത്തോടു കൂടി നമ്മൾ ഉയർപ്പിക്കപ്പെടുമെന്നുള്ളത് തന്നെയാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, സഭ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിത്യജീവനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈ നവംബർ മാസത്തില് നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തന്നെ ജീവിതത്തെക്കുറിച്ച് ഒരു പുനർവിചിന്തനത്തിനുള്ളൊരു സമയം, നിത്യജീവന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കാനുള്ളൊരു സമയം അതുകൂടിയുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 20-21 വചനങ്ങൾ. എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. അപ്പൊ നമുക്ക് പുനരുത്ഥാനമുണ്ട് എന്ന് പൗലോസ്ലീഹ നമ്മെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായിട്ടാണ് ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടത്. എന്നാൽ ഇതാ യേശു ക്രിസ്തുവിലൂടെ നമുക്കിതാ പുനരുത്ഥാനമുണ്ട് എന്നുള്ള ഒരു ഉറപ്പ്, സന്തോഷിക്കാൻ നമുക്ക് ഏറെ വകയുണ്ട്. പ്രിയമുള്ളവരെ, പുനരുത്ഥാനത്തിന്റെ മക്കളാണ് നമ്മളേവരും എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ വരട്ടെ. നമുക്കറിയാം, ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം മൂലം പറുദീസ അടയ്ക്കപ്പെട്ടു. അതിലൂടെ ഒരു ആത്മീയ മരണമാണ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പുനരുത്ഥാനം ഈശോയിലൂടെ സാധ്യമാകുകയാണ്. ആദ്യ മനുഷ്യൻ മരിച്ചു, എന്നാൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, എല്ലാവരെയും സൃഷ്ടിച്ചത് മക്കളായിട്ടാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ യോഗ്യതയിലൂടെയാണ് നമുക്ക് പുനരുത്ഥാനം ഉണ്ടാവുക. കാരണം നമ്മൾ എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടത് ഈശോയുടെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ആ ഒരു തിരിച്ചറിവോടുകൂടി പൗലോസ്ലീഹായുടെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പുനരുത്ഥാനത്തിലുള്ള വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് വരാം. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വചനം ഓർമ്മിപ്പിക്കുന്നു, ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും. ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന എല്ലാവരും ഉണരുന്നത് എന്തിനു വേണ്ടിയാണ്? ഒന്നുകിൽ നിത്യജീവൻ, അല്ലെങ്കിൽ നിത്യ ലജ്ജയ്ക്ക് വേണ്ടി, നിന്ദയ്ക്ക് വേണ്ടിയാണ്. ഇതിൽ ഏത് വേണം? ഏത് ഉയർപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തില് 22-ാം അധ്യായത്തില് 29-ാമത്തെ വചനത്തിൽ യേശു പറയുകയാണ്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല എന്ന് നമുക്കറിയാം. വിശുദ്ധ ലിഖിതത്തിനോ ദൈവത്തിന്റെ ശക്തിയോ അറിയാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ പരിതാപകരമായ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിശാചിന്റെ അടിമത്തത്തിലേക്ക് നീങ്ങുകയാണ്. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനും നിങ്ങളും വിശ്വസിക്കേണ്ടതും അറിയേണ്ടതുമായ കാര്യം നിത്യജീവനുണ്ട്, പുനരുത്ഥാനമുണ്ട് എന്നുള്ളതാണ്. 31-ാമത്തെ വചനത്തിൽ പറയുന്നു, ഞാൻ അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ് എന്ന് മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റി ദൈവം നിങ്ങളോട് അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്ന് യേശു പറയുകയാണ്. ആ വചനഭാഗത്ത് തന്നെ മത്തായി സുവിശേഷം 29-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ വചനത്തില്. ഇപ്പൊ പുനരുത്ഥാനമുണ്ട് എന്നത് സ്ഥിരീകരിച്ച് കർത്താവ് നമുക്ക് നൽകുകയാണ്. പ്രിയമുള്ളവരെ, മത്തായി സുവിശേഷത്തില് 22-ാം അധ്യായം 32-ാമത്തെ വചനത്തിൽ പറയുന്നു, അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. മരിച്ചുപോയവരുടെ ഒരു ദൈവത്തെ കുറിച്ചല്ല നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. മറിച്ച്
ജീവിക്കുന്നവരുടെ ദൈവം, ജീവിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കേട്ട വചനം, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായിട്ടുണ്ടാകാനുമാണ്. ഈ വചനം ഭാഗത്ത് ഈശോ പറയുന്നത് പുനരുത്ഥാനത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇറ്റേണൽ ലൈഫിനെ കുറിച്ചാണ്, നിത്യജീവനെ കുറിച്ചാണ്. പറുദീസായി നമുക്ക് നഷ്ടപ്പെട്ട ജീവനെ കുറിച്ചാണ്. അത് തിരിച്ചു നൽകാനായിട്ട് കർത്താവ് വന്നു. അതുകൊണ്ടാണ് നമുക്കറിയാം യോഹന്നാൻ 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ചു. തന്റെ അവസാനത്തുള്ള രക്തവും കാൽവരിയുടെ വിരിമാറിൽ നമുക്ക് വേണ്ടി ഊറ്റി തന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വീണ്ടെടുക്കുകയാണ്. അവന്റെ കുരിശു മരണത്തിലൂടെ, അവന്റെ പുനരുത്ഥാനത്തിലൂടെ നമ്മളെയും പുനരുത്ഥാനത്തിൽ പങ്കാളികളാക്കുകയാണ്. 1 യോഹന്നാൻ 5 നമ്മൾ വായിക്കുന്നുണ്ട്, 11 വചനം, ദൈവം നമുക്ക് നിത്യജീവൻ നൽകി, ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. ദൈവം നമുക്ക് നിത്യജീവനാണ് നൽകിയിരിക്കുന്നത്. ആ ജീവൻ എന്ന് പറയുന്നത് അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലാണ്. വീണ്ടും 12 വചനം പറയുന്നു, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വചന വെളിച്ചത്തിൽ പുത്രനെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കണം. നമ്മുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കണം. ഐ ലവ് മൈ ജീസസ്. എന്റെ ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു. മറ്റെന്തിനേക്കാളും ഉപരിയായി, എല്ലാറ്റിലും ഉപരിയായി ഐ ലവ് ഹിം. എന്റെ ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു. ഈസ് മൈ ലോർഡ് ആൻഡ് സേവിയർ. അവൻ എന്റെ രക്ഷകനാണ്, എന്റെ നാഥനാണ്. So that's my wish. അതാണ് എന്റെ ആഗ്രഹം. ഈ ആഗ്രഹത്തോടു കൂടി ആയിരിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം. യോഹന്നാൻ 17:3 ഏക സത്യം ദൈവമായി അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. 1 യോഹന്നാൻ 5:3 ഞാൻ ഇവയെല്ലാം എഴുതിയത് ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. യോഹന്നാൻ ശ്രീ ഓർമ്മിപ്പിക്കുകയാണ്, ഞാനിതെല്ലാം നിങ്ങൾക്കായി എഴുതിയത്, ഈ വചനമൊക്കെ എഴുതി തന്നിരിക്കുന്നത് ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിത്യജീവനുണ്ട്. It is a free gift. God has already given us. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സൗജന്യദാനമായ വലിയൊരു സമ്മാനമാണ് ഈ നിത്യജീവൻ. ഇത് സ്വന്തമാക്കണം. ഇത് സ്വന്തമാക്കാൻ പറ്റാതെ പോയ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരതിന് യോഗ്യരാണ്, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വരാം അതിലേക്ക്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ മാസം. പ്രത്യേകമായിട്ട് സഭ നമ്മളെ അതിനു വേണ്ടി ഒരുക്കുകയാണ്. Eternal life is communion with God in Christ. യേശു ക്രിസ്തുവുമായി ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയാണ് ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി എ ഡെസ്റ്റിനേഷൻ ടു റീച്ച് ആഫ്റ്റർ ഡെത്ത്. ഇതിന് ശേഷം ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മരണത്തിന് ശേഷം എത്തിപ്പെടേണ്ട ഒരു സ്ഥലമല്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ് ഇൻ ക്രൈസ്റ്റ്. ഈശോയുമായി ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. It is the anchor of our very existence, and as such it is transcends death. നമ്മുടെ ജീവിതത്തിന്റെ ഉറപ്പുള്ള നങ്കൂരമാണ് പ്രിയമുള്ളവരെ നിത്യജീവൻ എന്ന് പറയുന്നത്. ബിക്കോസ് ജീസസ് ഹാസ് ഓൾറെഡി ഗിവൺ us. അവനത് നമുക്ക് വേണ്ടി നേടി തന്നു കഴിഞ്ഞു. Now we need to claim it. We need to attain it. ഇത് നമ്മുടെ ജീവിതത്തിന്റെ സ്വന്തമാക്കി മാറ്റണം. കാരണം മാമോദീസായിലൂടെ നമ്മൾ എല്ലാവരും മുദ്രിതരാണ്. Eternal life began at our baptism and is renewed each time we receive Holy Communion. എന്ന് പറഞ്ഞാൽ നമ്മൾ മാമോദീസായിലൂടെ ഈ നിത്യജീവൻ നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ പ്രാവശ്യവും നമ്മൾ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുമ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഇറ്റേണൽ ലൈഫ്, അല്ലെങ്കിൽ ഈ ബാപ്റ്റിസത്തില് നമുക്ക് ലഭിച്ച ആ വലിയ കൃപാവരത്തെ നമ്മൾ റിന്യൂ ചെയ്യുകയാണ്, നവീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ കുദാശകളെല്ലാം നമ്മുടെ ജീവിതത്തില് പരിശുദ്ധ ത്രിത്വത്തിന്റെ ഭാഗമായി തീരുവാനായിട്ട് നമ്മെ സഹായിക്കുന്നു. എല്ലാ കുദാശകളും, കമ്മ്യൂണിയൻ മാത്രമല്ല, ഹോളി കമ്മ്യൂണിയൻ മാത്രമല്ല, എവ്രി സക്രമെന്റ്, എല്ലാ സക്രമെന്റും, the sacrament initiates us into the inner life of Trinity. ത്രിത്വിക ദൈവത്തിലുള്ള കൂട്ടായ്മയിലേക്ക്, ആന്തരികമായ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ ഒരുക്കുകയാണ്, അതിനായിട്ട് നമ്മളെ സജ്ജമാക്കുകയാണ്.
അത് നമ്മളിവിടെ ആരംഭിക്കുന്നത് നമ്മുടെ നിത്യജീവനിൽ നമ്മൾ പൂർത്തീകരിക്കപ്പെടുന്നു. ഈ ഒരു സത്യം നമ്മുടെ ജീവിതത്തെ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് യോഹന്നാൻ 5:24, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യേക അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അവന് അങ്ങനെ വിശ്വസിക്കുന്നവന്, വചനമനുസരിച്ച് ജീവിക്കുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധിയില്ല. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുക എന്നതാണ്. അല്ലെങ്കിൽ ദൈവം എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈശോ ത്രൂ ഔട്ട് ഹിസ് മിഷൻ, ഈശോയുടെ ജീവിതകാലം മുഴുവനും എപ്പോഴും ദൈവപിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ടാണ് ഈശോ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം. എപ്പോഴും പിതാവിനോട് ആലോചന ചോദിക്കുക, പ്രാർത്ഥനയിലായിരിക്കുക. That's what we see. Same thing. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും എന്ന് നമ്മൾ അറിയണം. യോഹന്നാൻ 6:48 പറയുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്. 44 വചനം പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കുമെന്ന് യോഹന്നാൻ 12:15 നമ്മൾ കാണുകയാണ്. The comparison is between the life on earth and eternal life. ഈ ലോക ജീവിതത്തിലെ നമ്മുടെ ജീവിതവും ഇതിന് ശേഷമുള്ള നമ്മുടെ നിത്യജീവനുമായിരിക്കണം നമ്മളെപ്പോഴും തുലനം ചെയ്യേണ്ടത്, കമ്പാരിസൺ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. കുമ്പസാരം, വിശുദ്ധ കുർബാന, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന നമ്മുടെ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള കൂദാശകൾ, ഇതെല്ലാം നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക. നമുക്കറിയാം, മാമോദീസായിലൂടെ ഉത്ഭവ പാപവും കർമ്മപാപവും, പ്രായപൂർത്തിയായിട്ടാണ് ഒരാള് മാമോദീസ സ്വീകരിക്കുന്നെങ്കിൽ നമുക്കറിയാം അതുവരെയുള്ള സകല പാപവും കർത്താവ് ക്ഷമിക്കുകയാണ്, പൂർണ്ണമായിട്ടും മോചിക്കുകയാണ്, നിത്യജീവന് അവകാശിയായി തീരുകയാണ്. ആ നിമിഷത്തിൽ മരിച്ചാൽ ഉറപ്പാണ് നിത്യജീവൻ എന്നുള്ളത്. അല്ലെങ്കിൽ മാമോദീസായിലൂടെ നമുക്ക് കിട്ടുന്ന ആ വലിയൊരു സമ്മാനം അതാണ്. കാരണം എന്താ? സഭയുടെ വിശുദ്ധി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ വിശുദ്ധിയാണ്. വിശ്വാസിക്ക് തെറ്റുപറ്റാം, പക്ഷേ സഭ വിശുദ്ധിയാണ്, കളങ്കരഹിതയാണ്. ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിന്റെ ഭാഗമായി നമ്മൾ ഓരോരുത്തരും മാറുകയാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ദൈവിക ജീവനിലേക്ക് നമ്മെ കൂട്ടിച്ചേർക്കുന്നത് ഈ കൂദാശകളാണ്. അപ്പൊ കൂദാശ ബന്ധിതമായൊരു ജീവിതം നയിക്കുമ്പോൾ നിത്യജീവനിലേക്ക്, ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയിൽ നമ്മളും പങ്കാളികളായി നിത്യജീവൻ അവകാശമാക്കുകയാണ്. കാരണം നമ്മൾ ദൈവത്തിലായിരുന്നു, ദൈവത്തെങ്കിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ പണിയപ്പെടുന്നു എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റി എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം പ്രിയമുള്ളവരെ. ഈ ലോക ജീവിതം നമുക്ക് വേണം, ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് തന്നെയാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി. സന്തോഷത്തോടെ തന്നെ ജീവിക്കണം, പക്ഷേ ദൈവഹിതം അനുസരിച്ചായിരിക്കണം, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ടായിരിക്കണം, അവന്റെ വചനം പാലിച്ചുകൊണ്ടായിരിക്കണം. റോമാലേഖനം 6:22 വചനം, എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിന്റെ വേതനം മരണമാണ്. പാപം സമം മരണം എന്ന് പറഞ്ഞാൽ എന്താ? സമം നിത്യനാശം. നിത്യനാശത്തിലേക്കുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണോ ക്രിസ്തു എനിക്ക് നിങ്ങൾക്കും വേണ്ടി രക്തം ചിന്തിയത് കാൽവരിയുടെ വിരിമാറിൽ? നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടിയായിരുന്നില്ലേ? ഒരുവൻ പോലും നശിച്ചു പോകരുത്, നിത്യജീവൻ പ്രാപിക്കണം. അതിന് ഘടകവിരുദ്ധമായി, ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രിയമുള്ളവരെ നാം പോകുമ്പോഴല്ലേ നമ്മുടെ ജീവിതം ഒരു ആത്മീയ മരണത്തിലേക്ക് ചെന്നു പറ്റുക. അനുനിമിഷം നവീകരിക്കപ്പെടേണ്ടതായ ഒരു ജീവിതം. പ്രഭാഷകന്റെ പുസ്തകത്തില് 18-ാം അധ്യായത്തിന്റെ 9-10 വചനങ്ങൾ എന്താ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന? മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അതിനെ നമ്മൾ ദീർഘായുസ് എന്ന് പറയും.
100 വയസ്സ് എന്ന് പറയുന്നത് ദീർഘായുസ് തന്നെയാണ്, നമുക്കറിയാം. പക്ഷേ നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ അത് മണൽ തീരത്തെ മണൽ തരികളിൽ ഒരു മണൽ തരിയും വലിയ സമുദ്രത്തിലെ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയുമേ ഉള്ളൂ എന്നാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുക. അപ്പോ അത്രയും നിത്യതയാണ്, അത്രയും അനന്തമായി കിടക്കുന്ന ഒരു നിത്യജീവൻ നമുക്കുണ്ട്. അത് നമുക്ക് നഷ്ടപ്പെട്ടാൽ പ്രിയമുള്ളവരെ, അത് എന്നേക്കുമായിട്ടുള്ള ഒരു വലിയ നാശമാണ്, നഷ്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ വീഴാതെ നോക്കണം. വീണാൽ എഴുന്നേൽക്കാനുള്ള എല്ലാ മാർഗവും സഭ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ മാർഗങ്ങൾ ഉപയോഗിക്കുവാൻ കൂദാശ കേന്ദ്രിതമായി ആൾത്താരിയോട് കെട്ടപ്പെട്ട ഒരു അനുഗ്രഹീതമായ ജീവിതം നമ്മൾ നയിക്കണം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാമത്തെ വചനം, എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. 28-ാമത്തെ വചനം പറയാണ്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല, അവയെ എന്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. ഞാനും നിങ്ങളും അവന്റെ സ്വരം ശ്രവിക്കുന്നവരാണോ? നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ 15:7 വചനം അതാ പറയുന്നത്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു, ഈശോ പറയുക യോഹന്നാൻ 10:27. എനിക്ക് അവയെ അറിയാം. ഈ വചനം പൂർത്തീകരിക്കുന്നവനെ ഈശോയ്ക്ക് അറിയാം. അവർ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്നല്ലേ ഈശോ പറഞ്ഞത്. അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല, അവയെ എന്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. നമ്മൾ ഈശോയോട് ചേർന്ന് കെട്ടപ്പെട്ട് ഈശോയോട് ചേർന്നിരിക്കുന്ന ഒരു ജീവിതം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നോട് ചേർന്നിരിക്കുക, ഞാൻ നിങ്ങളോടും ചേർന്നിരിക്കാമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള നമുക്കൊരിക്കലും നാശമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ചേർന്നിരിക്കുക, അവനോട് ചേർന്നിരിക്കുക. ആർക്കും വിട്ടുകൊടുക്കില്ല കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ. ഇവിടെയാണ് നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. മരണത്തിനായിട്ട് ഒരുങ്ങണം. മരണത്തിന് വേണ്ടി ഒരുങ്ങുന്ന എന്തിനാ? നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാ. ഞാന് യുവാക്കൾക്ക് ക്ലാസ് എടുക്കാൻ പോയ പല സമയങ്ങളിൽ ആദ്യ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയി കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ബ്രദറെ, ഇതൊക്കെ ഇത്ര ചെറുപ്പത്തിലെ വേണം, ഇതൊക്കെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യേണ്ട ഒരു സമയമല്ലേ, നിങ്ങളുടെയൊക്കെ പ്രായമാകുമ്പോ ഞങ്ങളൊക്കെ മനസ്സാന്തരപ്പെട്ടാ പോരെ. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ചോദ്യമല്ലേ പിള്ളേരുടെ. ചില പിള്ളേർ വന്നിട്ട് പറയും ഞങ്ങളിങ്ങനെ ഒന്നും ജീവിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്നാ. അതുകൊണ്ടാണ് സഭാപ്രസംഗൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് 12-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വചനം, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്കൊരു ദിവസം നിന്റെ ജീവിതത്തിൽ സഭാപ്രസംഗൻ ഓർമ്മിപ്പിക്കുന്ന പോലെ ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. 7-ാമത്തെ വചനം പറയാണ്, ധൂളി അതിന്റെ ഉറവിടമായി മണ്ണിലേക്ക് മടങ്ങും, ആത്മാവ് തന്റെ ദാതാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. നമുക്കറിയാം, മരണസമയത്ത് നമ്മള് ഫ്യൂണറൽ സമയത്ത് പാടി കേൾക്കുന്ന ഒരു പാട്ടില്ലേ, മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ പിന്നിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരുകിൽ, കേട്ടു നടുങ്ങി മനമിളകി ഭീതി വളർന്നൻ സ്വരമിളകി. എത്ര ഹൃദയസ്പർശിയായ പാട്ടാ. പിന്നീട് എന്താ പാടുന്നേ? മിഴിനീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ, ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല,
മൃതിയുടെ പിടിയിൽ അമർന്നു ഞാൻ. ഓരോ ഫ്യൂണറുകളിലും നമ്മൾ പാടിക്കേൾക്കുന്ന, ശവസംസ്കാര ശുശ്രൂഷകളിൽ കേൾക്കുന്ന ഈ പാട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കണം. മിഴുനീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ. ഈ ആയുസ്സുകാലം മുഴുവൻ നിനക്കും എനിക്കും ഉണ്ടായിരുന്നു ഒരുങ്ങാനായിട്ട്. പക്ഷേ ആ സമയം നീ ചോദിക്കുമ്പോ എന്താ സംഭവിച്ച? സമയം തെല്ലും തന്നില്ല. മൃതിയുടെ പിടിയിൽ അമർന്നു ഞാൻ. അതുകൊണ്ട് മത്തായി സുവിശേഷം 25-ാം അധ്യായം 13-ാം വചനം ഓർമ്മിപ്പിക്കുന്നു, അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. സോ വി നീഡ് ടു ബി അവെയർ ഓഫ് ദ ടൈം. എനി ടൈം ദ ലോർഡ് ക്യാൻ കം. കർത്താവ് ഏത് നിമിഷവും വരാം നമ്മളെ സ്വീകരിക്കാൻ. മരണം നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ജനനം ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ മരണവും ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ജാഗരൂകരായിരിക്കണം. ആ ദിവസമോ മണിക്കൂറോ നമ്മൾ ആരും അറിയുന്നില്ല. നമുക്കറിയാം 10 കന്യകമാരുടെ ഉപമ. 10 പേരും തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു, വളരെ യോഗ്യതയുള്ളവരായിരുന്നു. വിവാഹ വസ്ത്രമുണ്ടായിരുന്നു, അവർക്ക് വിളക്കുണ്ടായിരുന്നു, എല്ലാം ഒരുങ്ങി വന്നവരാ. പക്ഷേ വേണ്ടത് മാത്രം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്താണത്? പൂർണ്ണമായ വരപ്രസാദം, അനുഗ്രഹം പ്രാപിക്കുന്നതിനുള്ള പൂർണ്ണമായ വരപ്രസാദം അവരുടെ ജീവിതത്തിൽ അവർക്കില്ലാതെ പോയി. ആത്മീയ ജീവൻ ഇല്ലാതെ പോയി. നമുക്കറിയാം, നമുക്ക് പ്രാർത്ഥനയുണ്ട്, നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥനയുടെ ഉടുപ്പുണ്ട്, മൈലാഞ്ചിയുണ്ട്, ആഘോഷമുണ്ട്, സെലിബ്രേഷൻസ് എല്ലാം നമുക്കുണ്ട്. പക്ഷേ സ്വർഗത്തിൽ പോകാനുള്ളത്, പ്രിയമുള്ള സഹോദര സഹോദരി, നിന്റെയും എന്റെയും കയ്യിലുണ്ടോ? നമ്മൾ തന്നെ ആത്മശോധന ചെയ്യേണ്ടതാണ്. Am I ready? ഇപ്പോ എന്റെ കർത്താവ് ഒന്ന് വിളിച്ചാൽ ഞാൻ റെഡിയാണോ എന്റെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ, അവനോടുകൂടെ നിത്യജീവനിലായിരിക്കാൻ? നമുക്കറിയാം, സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് തനത് വിധിയെക്കുറിച്ച്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, 1021-ാമത്തെ ഖണ്ഡിക പറയുകയാണ്, ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ് ഉടനെ തന്നെ തന്റെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായി പ്രതിഫലം സ്വീകരിക്കും. ദ പർട്ടിക്കുലർ ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. The death puts an end to human life as a time open to either accepting or rejecting the divine grace manifested in Christ. അപ്പോ യേശു ക്രിസ്തുവിലൂടെ ലഭിക്കേണ്ടതാണ് ഈ കൃപാവരങ്ങളൊക്കെ. നമുക്കത് ഒന്നെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം, അത് സ്വീകരിക്കാം, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. അപ്പോ അതനുസരിച്ചാണ് മരണം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായിട്ടുള്ള ഒരു പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുക. ദൈവം നീതിമാനാണ്. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകി. ഒരിക്കലും ആ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം തിരിച്ചെടുക്കുന്നില്ല. മരണനിമിഷത്തിൽ നമുക്ക് ദൈവത്തെ വേണ്ട എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ അവിടെയും ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നില്ല. ദൈവം അതിനെയും മാനിക്കും. വളരെ വേദനയോടുകൂടിയാണെന്ന് മാത്രം. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ചോയ്സ് ആണ്, ഇഷ്ടമാണത്. വേദനയോടെ ദൈവം നിന്റെ ആ തീരുമാനത്തെയും അംഗീകരിക്കും. വളരെ വേദനയാ. കർത്താവ് ദൈവം തന്റെ പുത്രനെ തന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടത് നമ്മളെല്ലാവരും രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ടാ. പക്ഷേ നമുക്കത് വേണ്ട എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ അതനുസരിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അതനുസരിച്ചുള്ള പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുക എന്നാണ് കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തില് 16-ാം അധ്യായം 22-23 വചനം, ആ ദരിദ്രൻ മരിച്ചു, ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സമൂഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അപ്പൊ നരകമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കർത്താവ് തന്നെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്.
ദൈവദൂതന്മാർ ആ ദരിദ്രനെ കൊണ്ടുപോയത് എങ്ങോട്ടാ? അബ്രാഹത്തിന്റെ മടിയിലേക്ക്. ധനികനെയോ നരകത്തിലേക്ക്. എന്നിട്ട് അവൻ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോ അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു എന്നാ പറയുന്നത്. വീണ്ടും ലൂക്ക സുവിശേഷത്തിലെ 23-ാമത്തെ അധ്യായത്തിന്റെ 43-ാമത്തെ വചനത്തിൽ ഈശോ പറയാണ്, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും എന്ന് പറഞ്ഞാൽ സ്വർഗമുണ്ട്. ഈശോ തന്നെ സ്ഥിരീകരിച്ച് നമ്മുടെ മുമ്പിൽ തരികയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് അതിന്റെ 1023-ാമത്തെ ഖണ്ഡികയില് ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ജീവിക്കുന്നു. അവർ എന്നേക്കും ദൈവത്തെ പോലെയാണ്. എന്തെന്നാൽ അവിടുന്ന് ആയിരിക്കുന്ന പോലെ അവർ അവിടുത്തെ മുഖാമുഖം കാണുന്നു. അതിന് ദൈവത്തെ മുഖാമുഖം കാണാൻ, സ്വർഗത്തിലായിരിക്കാൻ ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും നമ്മൾ മരിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം അത്രമാത്രം പരിശുദ്ധമായി സൂക്ഷിച്ചുകൊണ്ട് കൃപാവര സമൃദ്ധിയിലായിരിക്കണം. ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ജീവിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ പ്രിയമുള്ളവരെ, സ്വർഗം ഉറപ്പാ. തനത് വിധിയുടെ സമയത്ത് തന്നെ, മരിക്കുന്ന നിമിഷത്തിൽ തന്നെ കർത്താവ് നമുക്കത് നൽകും എന്ന് തന്നെയാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 2:9 എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ സഭയിലൂടെ, വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ കർത്താവ് വെളിവാക്കി തരികയാണ്. എന്താണ് നമ്മളായിത്തീരേണ്ടത്, എങ്ങനെയായിത്തീരണം, എവിടെ എത്തിച്ചേരണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് യോഹന്നാൻ 14:2 എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഈശോ വരും, രണ്ടാമത് വരും. പോയതുപോലെ വരുമെന്ന് എന്റെ കർത്താവ് പറഞ്ഞില്ലേ? അപ്പൊ അതുകൊണ്ട് ഈശോയെ മുഖാമുഖം കാണണമെന്നുള്ളതായിരിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ ആഗ്രഹം. വെളിപാട് 21 3-ാമത്തെ വചനം, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടി, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. ഇതാണ് സ്വർഗം. ദൈവത്തോടൊപ്പം ആയിരിക്കുക. അവിടെ മരണമില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, വേദനയില്ല, എല്ലാം കടന്നു പോകുന്നൊരവസ്ഥ. ഈ മാസം നമുക്കറിയാം, പ്രത്യേകമായിട്ട് നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാസം. അതുകൊണ്ടാണ് പെർഗട്ടറിയെ കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം, ധ്യാനിക്കണം. കത്തോലിക്ക സഭ പഠിപ്പിക്കുകയാണ് CCCയിൽ, അതായത് 1030-ാമത്തെ ഖണ്ഡികയിലെ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ പറയാണ്, ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി വിശദീകരിക്കപ്പെട്ടവർ അല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു. ഇതാണ് സഭയുടെ പ്രബോധനം, ഔദ്യോഗികമായ പ്രബോധനം. നിത്യരക്ഷ അവർക്ക് ഉറപ്പുണ്ട്, പക്ഷേ സ്വർഗീയമായ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഉള്ള വിശുദ്ധി അവർക്കില്ല. അവർ ആ വിശുദ്ധി നേടിയിട്ടില്ല. അതിന് ദൈവം കനിഞ്ഞ് നൽകുന്നതാണ് നമ്മുടെ ജീവിതത്തില് ഈ ശുദ്ധീകരണാവസ്ഥ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വലിയൊരു സമ്മാനമാണ്. ഇറ്റ് ഈസ് അണ്ടർ കൺട്രോൾ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ തന്നെ പദ്ധതിയുടെ ഭാഗമാണ്, ദൈവത്തിന്റെ കൺട്രോളിൽ തന്നെയാണ്. നരകത്തിൽ പോയ ഒരു വ്യക്തിയെ പിന്നെ സ്വർഗത്തിലേക്ക് കയറ്റാൻ പറ്റില്ല. മാർപ്പാപ്പയും ലോകത്തിലുള്ള സകല കർദിനാൾമാരും മെത്രാന്മാരും വൈദികരും വിശ്വാസികൾ ഒരുമിച്ച് ബലിയർപ്പിച്ചാൽ പോലും നരകത്തിൽ പോയ ഒരു ആത്മാവിനെ സ്വർഗത്തിലേക്ക് കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നരകം എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ജീവിതം ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന മക്കളായി, പിൽഗ്രിമേജ് നടത്തുന്നവരായിട്ട് നമ്മൾ മാറണം. അവർ ജേർണി ടുവേർഡ്സ് ഹെവൻ. അതിനിടയിൽ നമുക്ക് അവിശുദ്ധിപൂർണമായി വിശുദ്ധി നേടാൻ പറ്റിയില്ലെങ്കിൽ ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്നതാണ് ശുദ്ധീകരണ അവസ്ഥ, അല്ലെങ്കിൽ പെർഗട്ടറി, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അവസ്ഥ. അത് ശുദ്ധീകരണത്തിന് വിധേയരായാൽ മാത്രമേ നമുക്ക് അതിലേക്ക്
എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. 1 കൊറിന്ത്യസ് 3:13 നമ്മളത് കാണുന്നുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തെ ശുദ്ധീകരണം നടക്കണം. അത് നമ്മൾ എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് ദൈവത്തെ കാണാനായിട്ട് പറ്റാത്തതിന്റെ ഒരു വലിയ വേദനയിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ദൈവത്തോട് ഒപ്പമായിരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക്. ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ സ്വർഗത്തിലേക്ക് എത്താനായിട്ട് സഭ ആത്മാക്കളെ സഹായിക്കുകയാണ്. നമ്മളെല്ലാവരും കൂട്ടായിട്ടുള്ള ഒരു സഭയിൽ, നമുക്കറിയാം സഭ എന്ന് പറയുന്നത് സമരസഭ, വിജയസഭ, സഹനസഭ, ഇങ്ങനെ 3 സഭയുടെ ഘടകങ്ങളുണ്ട്. ഇവിടെ ഈ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ രക്ഷിക്കുവാനായിട്ട് വിശുദ്ധാത്മാക്കള് പ്രാർത്ഥിക്കും. വിശുദ്ധാത്മാക്കളുടെ കൂട്ടായ്മയുണ്ട്. നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വെളിപാട് 21:27 പറയുന്നുണ്ട്, എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർക്ക് മാത്രമേ സ്വർഗപ്രവേശനമുള്ളൂ. Nothing unclean will enter it, nor anyone who practices abomination or falsehood, but only those who are written in the Lamb's book of life. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ, അശുദ്ധമായതൊന്നും, മ്ലേച്ഛതയുള്ളവർ, കൗടില്യമുള്ളവർ, കൗടില്യവും മറ്റും പ്രവർത്തിക്കുന്ന വ്യക്തികൾ, അവർക്കാർക്കും സ്വർഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. 1 കൊറിന്ത്യസ് 3:15 ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും, എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. ഈ ഒരു അവസ്ഥയാണ് ശുദ്ധീകരണത്തിലൂടെ സംഭവിക്കുന്നത്. ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷയിലേക്ക് ഉയർത്താനുള്ള ഒരു ഉത്തരവാദിത്വം, പ്രിയമുള്ളവരെ, നമ്മൾ ഈ ശുശ്രൂഷയിൽ നിന്ന് ഏറ്റെടുക്കണം. കാരണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ വലിയ വിലയുണ്ട്. മക്കബായക്കാർക്ക് എഴുതിയ 2-ാമത്തെ പുസ്തകത്തില് 12-ാമത്തെ അധ്യായം 44-45 വചനം, മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവുമാകുമായിരുന്നു. പഴയ നിയമഗ്രന്ഥത്തിൽ നമ്മൾ കാണുകയാണ്, മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനമായിരുന്നു, ഭോഷത്വമാകുമായിരുന്നു. എന്നാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു എന്നാണ് 45-ാമത്തെ വചനം പറയുന്നത്. അപ്പൊ ഇന്നലെയും തുടങ്ങിയതല്ല. പഴയ നിയമഗ്രന്ഥത്തിൽ മുഴുവനും, പഴയ നിയമം ഗ്രന്ഥത്തിൽ പോലും നമ്മൾ കാണുന്നുണ്ട്, പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. അത് തന്നെയാണ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ചെയ്യുന്നത്, പ്രാർത്ഥനയിലൂടെ, ജപമാല അർപ്പിക്കുന്നതിലൂടെ ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഇന്നും നമ്മൾ തുടരേണ്ടതും അത് തന്നെയാണ്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ശുദ്ധീകരണ ആത്മാക്കളെ സഹായിക്കണം, പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. ഇത് നമ്മുടെ കടമയാണ്. ആയിരത്തി 37-ാമത്തെ കണ്ണിയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, 1037-ാമത്തെ കണ്ണിയില് സഭ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. കാരണം അതിന് ദൈവത്തിൽ നിന്ന് മനഃപൂർവമായിട്ടുള്ള ഒരു പിന്തിരിയൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മളാണ് അത് തീരുമാനമെടുത്ത് പോകുന്നത്. അതുകൊണ്ട് സഭ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പ്രത്യേകിച്ച് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി. പ്രത്യേകിച്ച് വിശുദ്ധരുടെ ലുത്തിനിയ നമുക്കറിയാം, അതിലുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഏത് രീതിയിലായിക്കൊള്ളട്ടെ, എല്ലാ രീതിയിലും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒപ്പീസിയലി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ചാത്തം പോലെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ നടത്തുന്നു. അതുപോലെ ജപമാലയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, യൗസേപ്പിതാവ് നമുക്കറിയാം മരണത്തിന്റെ മധ്യസ്ഥനാണ്.
ഇതെല്ലാം സഭയിലൂടെ നമുക്ക് കിട്ടുന്ന വലിയ സമ്മാനമാണ്. പ്രത്യേകിച്ച് ശുദ്ധീകരണ അവസ്ഥയിൽ ആയിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധ കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെടും. നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ വലിയ വിലയുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് 1014 ഖണ്ഡികയില് CCCയിൽ പറയുന്നുണ്ട്, നമ്മുടെ മരണത്തിന് നിമിഷത്തിനായിട്ട് നമ്മൾ ഒരുങ്ങണം. നമ്മെ തന്നെ ഒരുക്കാനായിട്ട് സഭ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാ പറയുന്നത്. നമ്മുടെ മരണത്തിന് വേണ്ടി, നമ്മളെ ഒരുക്കാൻ വേണ്ടി സഭ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ആ മരിക്കുന്ന സമയത്ത് നടക്കുന്ന തനത് വിധിയിലൂടെ എനിക്ക് സ്വർഗം പ്രാപിക്കണം. ഇനി അഥവാ ശുദ്ധീകരണ സ്ഥലത്തിലായിപ്പോയോ എങ്കിൽ ഞാൻ സ്വർഗത്തിൽ എത്തിച്ചേരണം. അതിനുവേണ്ടി ശുദ്ധീകരണ ആത്മാക്കൾ നമ്മുടെ പ്രാർത്ഥന യാചിക്കുകയാണ്. അവർക്ക് തന്നെ പ്രാർത്ഥിച്ച് കയറാൻ പറ്റില്ല. നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് അതിനൊക്കെ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും, ഭൂമിയിലുള്ള സകല വിശ്വാസ സമൂഹവും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. നമ്മുടെ ഡിവിന മിസ്റ്റിക്കോഡിയ മിനിസ്ട്രിയിലൂടെ ഞാൻ പങ്കെടുത്ത് ഇത് തൊട്ടു മുമ്പുള്ള പ്രാർത്ഥനയിലൊക്കെ സഹോദരങ്ങൾ വളരെ തീക്ഷ്ണമായിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ധാരാളം ആളുകൾ ലോകമെമ്പാടും പ്രാർത്ഥിക്കുന്നു. ഈ മാസം പ്രത്യേകിച്ച് നമുക്കറിയാം വിശുദ്ധ ബലിയൊക്കെ അർപ്പിച്ചും പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ നടത്തിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിലൊക്കെയുള്ള മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇതൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. കാരണം എങ്കിലേ നമ്മളൊക്കെ അബദ്ധവശാൽ ഇനി അഥവാ സ്വർഗത്തിൽ പോകണം നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ എല്ലാവരും സ്വർഗത്തിൽ എത്തണം. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ സ്വർഗത്തിൽ എത്താതെ പോയാൽ, ശുദ്ധീകരണ സ്ഥലത്തിലാണെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കൾ ഉണ്ടാകണം, തലമുറയുണ്ടാകണം. അത് നമ്മൾ കാണിച്ചു കൊടുത്താലല്ലേ അവർ ചെയ്യുള്ളൂ. നമ്മൾ നമ്മുടെ പൂർവികർക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾ, മരിച്ചുപോയ കർണവന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നും കുടുംബവൃക്ഷത്തിൽ നിന്നും ഒക്കെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥന ചൊല്ലുന്നതും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും ഒക്കെ കണ്ട് നമ്മുടെ മക്കൾ വളരണം. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ഓർത്ത് അവരും പ്രാർത്ഥിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുടങ്ങണം പ്രിയമുള്ളവരെ. അതിനായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളൊരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകണം. സ്വർഗീയമായ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർക്കും ആഗ്രഹമുണ്ട്. പൂർണ്ണമായ വിശുദ്ധി നേടുവാനായിട്ട് അവർക്ക് സാധിക്കാതെ പോയതുകൊണ്ട് ആ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞില്ല, അവരും തെരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണ്. നിത്യരക്ഷ അവർക്കുമുണ്ട്. പക്ഷെ അവർക്ക് അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതിന്റെ വേദനയാണ്. ഈശോയെ കാണാൻ പറ്റുന്നില്ല. പൂർണ്ണ വിശുദ്ധി നേടിയാൽ മാത്രമേ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് സ്വയം പ്രാർത്ഥിച്ച് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ അവരുടെ പീഡകളുടെ സമയം കുറയ്ക്കാൻ വേണ്ടി അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. അപ്പോൾ അവര് സ്വർഗത്തിലെത്തിക്കഴിയുമ്പോൾ വളരെ നന്ദിയുള്ളവരായി അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. വിശുദ്ധരുണ്ടാവും നമുക്ക് വേണ്ടി. നമ്മൾ പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് കയറ്റിയ ആത്മാക്കൾ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു തിരിച്ചറിവോടുകൂടി നമ്മളും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും തയ്യാറാകണം. സഭയുടെ പാരമ്പര്യമനുസരിച്ച് ആദ്യ നൂറ്റാണ്ടുകളില് കാറ്റക്യൂമ്പുകളിലാണ് മരിച്ചവരെ അടക്കിയിരുന്നത്. അവിടെ എഴുതി വെച്ചിരുന്ന ഒരു കാര്യമുണ്ട്, റിമെമ്പർ അസ് ദോസ് ഹു ആർ ഗോൺ ബിഫോർ. റിമെമ്പർ അസ് എന്ന് പറയാണ്, ഞങ്ങൾ പോയവരാണ്, മുന്നോട്ട് നേരത്തെ പോയവരാണ്, ഞങ്ങളെ നിങ്ങൾക്ക് മുമ്പേ പോയവരാ, അപ്പൊ ഞങ്ങളെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. സെന്റ് മോനിക്ക മരണക്കിടക്കയിൽ വെച്ച് പറഞ്ഞു, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ എന്നെ ഓർക്കണം. എല്ലാ ദിവസവും വിശുദ്ധയായ സെന്റ് മോനിക്ക പറഞ്ഞതാണ്, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പ്രിയമുള്ളവരെ, അങ്ങനെ ധാരാളം ആത്മാക്കള് ഇതുപോലെ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. അവർക്കറിയാം അതിന്റെ വില. കാരണം അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥിച്ച് രക്ഷ പ്രാപിക്കേണ്ടത് ഏതെങ്കിലും കാരണവശാൽ ശുദ്ധീകരണ സ്ഥലത്തിലായി പോയാൽ നമുക്കറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ നേരത്തെ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ പറഞ്ഞുറപ്പിക്കുകയാണ്. തോബിത്തിന്റെ പുസ്തകത്തില് 3-ാം അധ്യായം 3-ാമത്തെ വചനം, എന്റെയും എന്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക്, ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങൾക്കും അങ്ങ് ശിക്ഷ നൽകരുതേ. പ്രാർത്ഥനയാ. എന്റെയും
എന്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്കും ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങൾക്കും അങ്ങ് ശിക്ഷ നൽകരുതേ. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വലിയ കരുണ, വിശുദ്ധ ഫൗസ്തീനായിലൂടെ വെളിപ്പെട്ട ആ വലിയ ദൈവകരുണ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഫ്ലയറിൽ നമ്മൾ ഇട്ടതുപോലെ റോമ 9:16 മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ്, കരുണയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. ദൈവകരുണയിലേക്ക് നമുക്ക് വരാം. ഇത് കരുണയുടെ മണിക്കൂറുകളാണ്, ദിവസങ്ങളാണ്, മാസങ്ങളാണ്. മരിക്കുന്ന സമയം വരെയും ദൈവകരുണ നമ്മുടെ കൂടെയുണ്ട്. അനുദപിച്ച് മനസാന്തരപ്പെട്ട് നല്ല കുമ്പസാരം നടത്തി, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വർഷം ദ പിൽഗ്രിമേജ് ഓഫ് ഹോപ്പാണ്. പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ നീങ്ങുമ്പോൾ ദണ്ഡവിമോചനം സഭ നമുക്ക് നൽകുകയാണ്. അതിനായിട്ടുള്ള വാതിലിലൂടെ കടന്ന് ദേവാലയങ്ങൾ, അതിനായി പ്രത്യേകമായി ഓരോ രൂപതയിലുമുള്ള സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ദേവാലയങ്ങളിലൂടെ കടന്ന് നമ്മൾ പ്രവേശിച്ച് പ്രാർത്ഥിച്ച് മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് ആ ദണ്ഡവിമോചനം നേടണം. അങ്ങനെ നേടിക്കഴിയുമ്പോൾ ആ മരിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ, അത് കഴിഞ്ഞ ഉടനെ നമ്മൾ മരിച്ചാൽ നമ്മൾ സ്വർഗത്തിലേക്ക്. പാപത്തിന് കടങ്ങളുണ്ട്, നമുക്കറിയാം, അത് മായ്ക്കപ്പെടുകയാണ്. ധാരാളം വിശുദ്ധാത്മാക്കൾക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളാണ്. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ ഫൗസ്തീന നമുക്കറിയാം, എവുപ്രാസി അമ്മ, മറിയം ത്രേസ്യ, വിശുദ്ധ പദ്രോപിയോ, വിശുദ്ധ ജൽത്രൂഡ് തുടങ്ങിയ ധാരാളം ദർശകർക്ക് ഇങ്ങനെയുള്ള വെളിപ്പെടുത്തൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ അത് മാത്രമല്ല, സഭ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണല്ലോ. സഭയുടെ ഔദ്യോഗികമായ പഠനമാണ്. ഞാൻ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞില്ലേ. സെയിന്റ് ക്ലെമന്റ് മരണവേദനയിൽ അനുദപിക്കുകയും എന്നാൽ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യാൻ സമയം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ശുദ്ധീകരണ സ്ഥലത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാൻ നമുക്ക് ഈ മാസം പ്രത്യേകം സഭ ഓർമ്മിപ്പിക്കുമ്പോൾ ഈ മാസം മാത്രമല്ല എന്ന് നമ്മൾ ഓർക്കണം. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിന്റെ ഭാഗമായി മാറണം. നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ആരും പ്രാർത്ഥിക്കാനില്ലാത്തവർക്ക് വേണ്ടി. മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളവർ സാധാരണയായിട്ട് അവരൊക്കെ പ്രാർത്ഥിക്കുന്നവർ, ആ കുടുംബമാണെങ്കിൽ അവർക്ക് ആ പ്രാർത്ഥന കിട്ടും. കുടുംബാംഗങ്ങളൊക്കെ പ്രാർത്ഥിക്കും. നമുക്ക് വൈദികർക്ക് വേണ്ടി, മരിച്ചുപോയ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സന്യസ്തർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. അവർക്ക് മക്കളും കൊച്ചുമക്കളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ധാരാളം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നിത്യ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിച്ചേ മതിയാകും. ആൻഡ് ജീസസ് ഹസ് ഡൺ ഇറ്റ്. കർത്താവ് അത് ചെയ്തു കഴിഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോകണ്ട. നമുക്ക് എല്ലാവർക്കും പോകേണ്ടത് സ്വർഗത്തിലേക്കാണ്, ദൈവത്തോടൊപ്പം, ത്രിത്വൈക ദൈവത്തോടൊപ്പമുള്ള ഒരു അനുഗ്രഹീതമായ ജീവിതത്തിന് വേണ്ടി. ഒരു നിമിഷം പ്രിയമുള്ളവരെ, നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഒരിക്കൽ കൂടി ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ ഈ ആഗ്രഹത്തെ കൊടുക്കാം. കർത്താവേ, എനിക്ക് സ്വർഗം പ്രാപിക്കണം. മാരകപാപത്തിന്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിലേക്ക് പതിക്കുന്നു എന്ന് കത്തോലിക്ക സഭ ഞങ്ങളെ പഠിപ്പിക്കുമ്പോ, 1035 ഖണ്ഡികയിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങൾക്ക് അതിലേക്ക് പോകണമെന്ന് ഒരാഗ്രഹവും ഇല്ല. ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് ഈശോയോട് കൂടെ ഈ ഭൂമിയിലും നിത്യജീവനിലുമായിരിക്കണം. ദൈവത്തോടുകൂടി എന്നേക്കുമായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായി ഞങ്ങൾക്ക് സഭയിലൂടെ, സഭയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നൽകുന്ന ആ അനുഗ്രഹങ്ങളെല്ലാം ഒന്ന് ഏറ്റുവാങ്ങുവാനുള്ള വലിയ കൃപ ദൈവമേ അങ്ങ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വന്നുപോയ കുറവുകൾക്കെല്ലാം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, നിന്റെ കരുണയിൽ ഞങ്ങളെ പൊതിയണമേ. നിന്റെ കൃപാവര സമൃദ്ധിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, കൃപാവര സമൃദ്ധിയിൽ മരിക്കാനുള്ള വലിയ ഭാഗ്യം തരണമേ. കർത്താവേ, ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കാനുള്ള കൃപ തരണമേ.
You will receive power when the Holy Spirit will come upon you. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനമാണല്ലോ, ഈ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ആ ശക്തിയിൽ നിറഞ്ഞു ജീവിക്കാനുള്ള വലിയ കൃപ തരണമേ കർത്താവേ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. I will never leave you as an orphan, but I will give you a helper. ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ നൽകും. ആ സഹായകൻ, ആ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഞങ്ങളിൽ ഉജ്ജ്വലിപ്പിക്കണമേ. മാമോദീസായിലൂടെ ഞങ്ങൾക്ക് നൽകി, ശരീരലേപനത്തിലൂടെ സ്ഥിരീകരിച്ച് നൽകിയ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ നിറയുവാൻ ഇടയാകട്ടെ കർത്താവെ. അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോയെ, നിമിഷങ്ങളിൽ ഞങ്ങൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന ആഗ്രഹിച്ചുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കളോട് കർത്താവെ നീ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോയെ, ശുദ്ധീകരണ ആത്മാക്കളെ നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ. ഈശോയെ, അങ്ങയുടെ വലിയ കൃപയാൽ അവരെല്ലാവരെയും നിറയ്ക്കണമേ. നിത്യജീവൻ പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ജീവിത കാലഘട്ടങ്ങളിൽ വന്നുപോയ സകല തെറ്റുകളും കുറ്റങ്ങളും അപരാധങ്ങളും കർത്താവെ നീ ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരുണയായിരിക്കണമേ കർത്താവെ, കരുണയായിരിക്കണമേ. ഈശോയെ, നിന്റെ കരുണ കടലിൽ ശുദ്ധീകരണാത്മാക്കളെ മുക്കി വിശുദ്ധീകരിച്ച് സ്വർഗത്തിന്റെ മക്കളാക്കി അവരെ ഉയർത്തണമേ തമ്പുരാനെ. ചിന്തകളിലൂടെ, വിചാരങ്ങളിലൂടെ, വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, ഉപേക്ഷകളിലൂടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഈ ആത്മാക്കൾക്ക് വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അപരാധങ്ങളും നീതികേടുകളും എല്ലാം നീ ക്ഷമിക്കണമേ നാഥ. കരുണയായിരിക്കണമേ. ഈശോയെ, നിന്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്താൽ കർത്താവെ ആത്മാക്കളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട വിശുദ്ധ ബലിയുടെ യോഗ്യതയാൽ, ലോകമെമ്പാടുമുള്ള നടന്നിട്ടുള്ള ആരാധനകളുടെ യോഗ്യതയാൽ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല വിശ്വാസ സമൂഹത്തോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ. കരുണയായിരിക്കണമേ തമ്പുരാനെ. ഈശോയെ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുദ്ധീകരണ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പൂർവികരോട് കരുണയായിരിക്കണമേ. അവരുടെ ജീവിത കാലഘട്ടങ്ങളിലൂടെ ഞങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ, ബന്ധനങ്ങൾ, തഴക്കദോഷങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ, അതെല്ലാം ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റണമേ തമ്പുരാനെ. വിശുദ്ധരാക്കി ഞങ്ങളെയും ഉയർത്തണമേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിത്യജീവന് തടസ്സമായി നിൽക്കുന്ന, അനുഗ്രഹ വഴികളിൽ തടസ്സമായി നിൽക്കുന്ന സകല തിന്മയുടെ ശക്തികളെ, പൈശാചിക ശക്തികളെ, അന്ധകാര ശക്തികളെ, ദുഷ്ടസേനകളെ, പിശാചിനെ, അവന്റെ സ്വാധീനങ്ങളെ നസറായനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സഭയോട് ചേർന്ന്, ഞങ്ങളുടെ അഭിവന്യ പിതാക്കന്മാരോട് ചേർന്ന്, വൈദികരോട് ചേർന്ന് ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കർത്താവിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു, നിത്യ നരകാഗ്നിയിലേക്ക് തള്ളുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. ഈശോയെ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.